നടൻ ജയനുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിവുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി ആലപ്പി അഷ്റഫ്. മുരളി ജയൻ പറയുന്ന കാര്യങ്ങളോട് തനിക്ക് ചിലയിടങ്ങളിൽ യോജിപ്പുണ്ടെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു. ജയനുമായും അദ്ദേഹത്തിൻ്റെ സഹോദരൻ സോമൻ നായരുമായും എനിക്ക് വളരെ അധികം അടുപ്പവും സ്നേഹവും ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യ സിനിമയിൽ ജയൻ്റെ മീൻ എന്ന സിനിമയിലെ ഒരു ഭാഗം ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു. അത് ജയനോട് എനിക്ക് തോന്നിയ ആരാധനയുടെ മേലുണ്ടായ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. അതുപോലെ എൻ്റെ ആദ്യ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരൻ സോമൻ നായർ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. അതിപ്രശസ്തരായ പലർക്കും പൊതുസമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ കഴിയാത്ത വണ്ണം കുട്ടികളുണ്ടായിട്ടുണ്ട്. ചിലർ വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ അവരെ അംഗീകരിച്ച ചരിത്രമുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ കൺമുന്നിലുള്ളത് ജഗദീഷ് ശ്രീകുമാറും മകൾ ശ്രീലക്ഷ്മിയുമാണ്. അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരനും മുൻ വ്യവസായ മന്ത്രിയായിരുന്ന TV തോമസിന് ഒരു മകനുണ്ട് എന്നതും വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തു വന്നത്. ആ മകനെ അദ്ദേഹത്തിൻ്റെ ഭാര്യ KR ഗൗരിയമ്മ മകനായി അംഗീകരിച്ചു. അതുപോലെ ജയന്റെ മകനെന്ന് അവകാശപ്പെട്ട് മുരളി ജയൻ എന്ന വ്യക്തി രംഗത്തെത്തിയിട്ട് 1/4 നൂറ്റാണ്ടോളമായി. തൻ്റെ പിതൃത്വം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുമായി അദ്ദേഹത്തിൻ്റെ പക്കൽ ഇപ്പോഴുള്ളത് അമ്മ പറഞ്ഞത് തന്നെ അച്ഛൻ ആരാണെന്ന സത്യം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മാതാവും തൻ്റെ മകന്റെ പിതാവ് ജയനാണെന്ന് വെളിപ്പെടുത്തി എത്തിയിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പിതൃസ്ഥാനം ഉറപ്പിക്കുന്നതിനു വേണ്ടി മുരളി ജയൻ കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷെ കോടതി കേസ് തള്ളി. പിതൃത്വം ഉറപ്പിക്കാനുള്ള മുരളി ജയന്റെ നെട്ടോട്ടം കോമഡി ഷോ കാണുന്ന ലാഘവത്തോടെയാണ് ഇപ്പോൾ പലരും നോക്കിക്കാണുന്നത്. മുരളി പറയുന്ന കാര്യങ്ങളോട് യോജിപ്പും വിയോജിപ്പും എനിക്കുണ്ട്. യോജിക്കാനുള്ള പ്രധാന കാരണം വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ മേക്കപ്പ് മാൻ ജോർജിന്റെ പിതാവും അന്തരിച്ച മേക്കപ്പ് മാനുമായ MO ദേവസി ഒരിക്കൽ ഞാനാ സിനിമ വാരികയിൽ എഴുതിയ അനുഭവക്കുറിപ്പിൽ പറയുന്നുണ്ട്. തനിക്ക് രഹസ്യബന്ധത്തിൽ ഒരു മകനുണ്ടെന്ന് ജയൻ തന്നോട് പറഞ്ഞിരുന്നുവെന്ന്. മുഖസാദൃശ്യവും മുരളി ജയനുണ്ട്. മുരളിയോട് എനിക്ക് വിയോജിപ്പിനുള്ള കാരണം ജയന്റേത് കൊലപാതകമാണെന്ന് മുരളി അവകാശപ്പെടുന്നതാണ്. മുരളി ജയൻ DNA ടെസ്റ്റിന് തയ്യാറായിട്ടും ആദിത്യ ജയൻ അതിന് നിന്നു കൊടുക്കാത്തതും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ശാസ്ത്രീയമായി നിങ്ങളിലെ ഈ പ്രശ്നത്തിന് പരിസമാപ്തി ഉണ്ടാകുമെന്നും ആലപ്പി അഷ്റഫ് പറയുന്നു.